നിത്യവൃത്തിക്ക് വഴിയില്ലാത്ത കുടുംബത്തിന് കൈത്താങ്ങായി മോട്ടോർ വാഹന വകുപ്പ്. ഭിന്നശേഷിക്കാരി നൂർനാട് പണയിൽ സ്വദേശിനി മഞ്ജുവിനും കുടുംബത്തിനുമാണ് മാവേലിക്കര RTOയും സഹപ്രവർത്തകരും രക്ഷകരായത്. ഉപജീവനത്തിനായി മഞ്ജുവിന് ലോട്ടറി വാങ്ങി നൽകി. നൂറനാട് പണയിൽ സ്വദേശിനി മഞ്ജുവിനാണ് മാവേലിക്കര RTO ഓഫീസിലെ RTO മനോജിന്റെ നേതൃത്വത്തിൽ ഉപജീവനത്തിനായി ലോട്ടറി വാങ്ങി നൽകിയത്. ഷുഗർ കൂടി ഒരു കാൽ നഷ്ടപ്പെട്ട മഞ്ജുവിന് ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് മുച്ചക്ര വാഹനം നൽകി. ഭർത്താവും രോഗത്താൽ ബുദ്ധിമുട്ടിലാണ്. മഞ്ജുവിന്റെ ഏക വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത്. നേരത്തെ ലൈസൻസ് ഉണ്ടായിരുന്ന മഞ്ജു ലൈസൻസ് 3 വീലർ ആയി മാറ്റുന്നതിനു വേണ്ടിയാണ് RTO ഓഫീസിലെത്തിയത്. മാനസിക വെല്ലുവിളി നേരിടുന്ന ഇവരുടെ മകൻ അടൂരിലെ സ്കൂളിലാണ് പഠിക്കുന്നത്. മകനെ ദിവസവും സ്കൂളിലെത്തിക്കുവാനും തിരികെ വീട്ടിലെത്തിക്കുന്നതിനു വേണ്ടിയാണ് വാഹനം ഉപയോഗിച്ചിരുന്നത്. മകനെ വിളിക്കാനായി പോകുമ്പോൾ വരുമാനമാർഗം കണ്ടെത്തുകയായിരുന്നു മഞ്ജുവിന്റെ ലക്ഷ്യം. കഥ കേട്ട RTO മനോജിന്റെയും സഹപ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ലോട്ടറി വാങ്ങി നൽകിയത്. വെട്ടിക്കോട് കരിമുളയ്ക്കൽ ഗ്രൗണ്ടിൽ ടെസ്റ്റ് പാസ്സായ ഉടൻ തന്നെ അരുൺകുമാർ MLAയുടെ നേതൃത്വത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലോട്ടറികൾ കൈമാറി. സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഇടപെടുക എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക ലക്ഷ്യമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയും. ഇതാ വീണ്ടും മറ്റൊരു പ്രത്യേകതയുമായി മോട്ടോർ വാഹന വകുപ്പ് മാറി. നമുക്കറിയാം, സാമൂഹ്യമായി നമ്മളോടൊപ്പം ആ നിലയിൽ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ കുടുംബത്തിനുള്ളത്. ആ കുടുംബത്തിന്റെ ഉപജീവനത്തിന് വേണ്ടി ലോട്ടറി കൂടി തുടങ്ങാൻ കഴിയും. പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് ലോട്ടറി നൽകിയത്. ന്യൂസ് ബ്യൂറോ, പള്ളികുന്നം.